നമസ്കാരം. സർക്കാർ ഉദ്യോഗസ്ഥർക്ക്, പ്രത്യേകിച്ചും പോലീസ് സേനയിൽ ജോലി ചെയ്യുന്നവരുൾപ്പെടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സമൂഹ മാധ്യമങ്ങളിൽ പെരുമാറുന്നതിനും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുന്നതിനും മാധ്യമങ്ങളിലടക്കം വന്ന അഭിപ്രായങ്ങൾ പറയുന്നതിനുമൊക്കെ ചില പരിമിതികളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിതാ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ പരിചയപ്പെടുത്തുകയാണ്. ഷാൻ രാജ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. CPO@കേരള പോലീസ് എന്ന അദ്ദേഹം കേരള പോലീസിലാണ് ജോലി ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ. അതായത് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പേജിൽ എഴുതിയിട്ടുള്ള, ഫേസ്ബുക്ക് പ്രൊഫൈലിൽ എഴുതിയിട്ടുള്ള വിവരം മാത്രമേ നമുക്കുള്ളൂ. ആ വിവരം വച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ, നിങ്ങൾ ഈ കാണുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ പരിശോധിക്കുമ്പോഴും അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. വരൂ മിത്രോംസ് ആൻഡ് ആചാര സംരക്ഷകർ, നമുക്ക് തന്ത്രിയുടെ ഭവനത്തിലേക്കൊരു നാമജപ പ്രതിഷേധ യാത്ര നടത്താം, വരൂ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അതായത് തന്ത്രി അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ട് മിത്രോംസ് എന്ന് അദ്ദേഹം വിളിക്കുന്നത് ഒരു പക്ഷേ RSSകാരെയാണ് എന്ന് പ്രത്യക്ഷത്തിൽ തോന്നാമെങ്കിലും ഇത് വിശ്വാസ സമൂഹത്തിന് ആണ്, അല്ലെങ്കിൽ ഹിന്ദുക്കളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാണ്. മലയാളിയുടെ കപട സാംസ്കാരിക ബോധം തിരിച്ചറിയാൻ ശബരിമലയുമായി ബന്ധപ്പെട്ട 2 സംഭവങ്ങൾ എടുത്തു പരിശോധിച്ചാൽ മതി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്. അതായത് ബിന്ദു അമ്മിണി ഈ ശബരിമലയിൽ കയറിയതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ്. അവർ പിന്നീട് കുരുമുളക് സ്പ്രേ അടക്കം ഏറ്റുവാങ്ങേണ്ടി വന്നു. അവർ ചെയ്തത് നിയമപരമായ കാര്യമാണ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തതാകട്ടെ ക്രൈമാണ്. പക്ഷേ ബിന്ദു അമ്മിണിക്കെതിരെ മാത്രമാണ് ഹിന്ദുക്കളുടെ പ്രതിഷേധം എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ്. പിന്നീട് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം പുതുതായി ചേർത്ത വോട്ടർമാരുടെ എണ്ണം 1,19,508 പേർ ആണത്രേ. ഇങ്ങനെ ഒരു പച്ചക്കള്ളം അല്ലെങ്കിൽ വസ്തുതാവിരുദ്ധമായ പൊളിറ്റിക്കൽ പോസ്റ്റ് അദ്ദേഹം വെച്ചിട്ടുണ്ട്. മറ്റെല്ലാത്തിലും പൊളിറ്റിക്സും അതുപോലെ തന്നെ മതവും കലർത്തിയ വിദ്വേഷ പോസ്റ്റുകളാണ് എന്ന് നമ്മൾ കാണാം. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ ഇന്നും തുടരുന്ന ആചാരം, അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് EMSഉം AKGയും, അതായത് പിണറായി വിജയനെ അവസാന കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നവർക്കെതിരെയുള്ള മറുപടിയുണ്ട്. അടുത്ത ഭാരതാംബയെ അപമാനിച്ചുകൊണ്ടുള്ള, പട്ടുസാരി ഉടുത്ത് മേക്കപ്പിട്ട് സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് കിരീടവും വച്ച് ഏതോ കൊടിയും പിടിച്ച് ഏതോ ഒരു ഭൂപടത്തിൻ്റെ മുന്നിൽ സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്ന സ്ത്രീരൂപത്തെ തൽക്കാലം ഭാരതാംബ എന്നല്ല ഒരമ്പയായും കാണാൻ സൗകര്യമില്ല, പോയി വേറെ വല്ല പണിയും നോക്കിനിടെ ഇനി ടാഗോറിൻ്റെ അനന്തരവൻ വരച്ച ഭാരത് മാത ആണെങ്കിൽ കൂടി അതിതാണ് എന്നാണ് ഭാരത് മാതാവിനെ വരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് അദ്ദേഹം ഇതിൽ നൽകിയിരിക്കുന്നത്. മാത്രമല്ല അതിൽ മറ്റൊരു ഇരട്ടത്താപ്പ് കൂടിയുണ്ട്. അതായത് ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ ആചാരത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള, ആചാര സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഹിന്ദുക്കളുടെ സമരത്തെ ഇകഴ്ത്തി പറയുക. പക്ഷേ അതേസമയം തന്നെ, അതായത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഹിന്ദുക്കൾ ഈ കേരള സംസ്ഥാനത്തിൽ അങ്ങോളം ഇങ്ങോളം വളരെ സമാധാനപരമായി, നിയമവിധേയമായി, മാത്രമല്ല ജനാധിപത്യപരമായി പ്രതിഷേധിച്ച ധാരാളം സമരങ്ങളുണ്ടല്ലോ. ആ സമരങ്ങൾക്കൊക്കെ എതിരെ പോലീസ് സ്വീകരിച്ച നടപടി എന്താണ് എന്ന് നമുക്കറിയാവുന്നതാണ്. പോലീസും സർക്കാരുമെല്ലാം ആയിരക്കണക്കിന് കേസുകളാണ് ഈ സമരക്കാർക്കെതിരെ, സമാധാനപരമായി ജനാധിപത്യപരമായി സമരം ചെയ്തവർക്കെതിരെ എടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു സമരത്തെ അധിക്ഷേപിച്ച് സംസാരിക്കുക. മറുഭാഗത്ത് ഹിജാബ് വിഷയം വന്നപ്പോൾ, അതായത് കേരളത്തിലെ ഒരു സ്കൂളിൽ ഹിജാബ് ധരിച്ചൊരു കുട്ടിക്ക് സ്കൂളിൽ വന്നേ പറ്റൂ. ആ സ്കൂളിൽ യൂണിഫോം ഉണ്ട്, ആ യൂണിഫോം അനുസരിച്ച് ഹിജാബ് ധരിക്കാൻ പാടില്ല. പക്ഷേ ഹിജാബ് ധരിച്ചേ പറ്റൂ എന്ന് ഒരു വിദ്യാർത്ഥി ശാഠ്യം പിടിക്കുന്നു. അതിനെ അനുകൂലിച്ചുകൊണ്ട് ചില മതസംഘടനകളൊക്കെ രംഗത്ത് വരുന്നു. ആ മതസംഘടനകളുടെ നിലപാടിനെ അനുകൂലിച്ചുകൊണ്ടാണ് ഈ ഷാൻ രാജ് വീണ്ടും പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പോസ്റ്റ് നോക്കിയാൽ ആ ഹിജാബ് സമരത്തിനെതിരെ നിലപാടെടുത്ത ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളാണ് എന്ന് നമുക്കറിയാം. ആ മാനേജ്മെൻറ്റ് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ അവരൊരു കന്യാസ്ത്രീ ആയിരുന്നു. അവരുടെ വസ്ത്രത്തെ അധിക്ഷേപിച്ചുകൊണ്ടും ഹിജാബിനെ അനുകൂലിച്ചുകൊണ്ടുമുള്ള ഒരു പോസ്റ്റാണ് നമ്മൾ ഈ കാണുന്നത്. പക്ക മതവസ്ത്രം ധരിച്ച് വന്നിരുന്നിട്ട് മതം പറയുന്ന, വസ്ത്രം ധരിക്കണമെന്ന് പറയുന്ന മറ്റൊരാളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ കളിയാക്കാൻ ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരാ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പോസ്റ്റാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് ഇദ്ദേഹം മതത്തെ എതിർക്കുന്നു, ഇദ്ദേഹം വർഗീയതയെ എതിർക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം ഹിന്ദുക്കൾക്കെതിരെ മാത്രമാണ് ഈ നിലപാട് സ്വീകരിക്കുന്നത്. രാഷ്ട്രീയം എല്ലാ പോസ്റ്റുകളിലും വ്യക്തമായ ഇടത് രാഷ്ട്രീയം കാണാം. ഇടത് രാഷ്ട്രീയക്കാരെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പോസ്റ്റുണ്ട്, ഇടത് രാഷ്ട്രീയക്കാരെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളുണ്ട്. എതിർ രാഷ്ട്രീയ പക്ഷത്തെയും മതവിഭാഗങ്ങളെയും ഒക്കെ അവരുടെ മതവികാരം പോലും വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള
ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ അങ്ങേയറ്റം മതവിരുദ്ധമായ ഒരു പോസ്റ്റാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. തന്ത്രി ചെയ്തത് തെറ്റെങ്കിൽ തന്ത്രി ചെയ്തത് തെറ്റാണ് എന്ന് തീർച്ചയായും വിമർശിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ വിശ്വാസ സമൂഹത്തെ അധിക്ഷേപിക്കുകയാണ്, വാ നമുക്കവിടെ പോയി ഒരു നാമജപയാത്ര സംഘടിപ്പിക്കാമെന്നൊക്കെ പറയുമ്പോൾ ഹിന്ദുക്കളെ അധിക്ഷേപിക്കുന്ന പോസ്റ്റാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇത് സാധാരണ ഒരു പോരാളി ഷാജിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലിയും കൂലിയും ഇല്ലാത്ത സാധാരണ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വിരവുന്ന ആളുകൾ ചെയ്താലോ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് ചെയ്തിരിക്കുന്നത് സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, സർക്കാരിൻ്റെ സർവീസ് ചട്ടങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥനായ ഒരു ഉദ്യോഗസ്ഥനാണ്. മാത്രവുമല്ല, അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നതിനേക്കാൾ ഉപരി യൂണിഫോം ഇട്ട അച്ചടക്കമുള്ള ഒരു സേനയുടെ ഭാഗമായിട്ടുള്ള CPO കൂടിയാണ്, പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് സമൂഹ മാധ്യമങ്ങളിൽ എങ്ങനെ ആണ് ഇടപെടേണ്ടത് സംബന്ധിച്ച് സാധാരണ സർവീസ് ചട്ടങ്ങൾക്കുപരിയായും ചില പ്രശ്നങ്ങളുണ്ട്. കൃത്യമായി മതവികാരം ആളിക്കത്തിക്കുന്ന രീതിയിൽ, സമൂഹത്തിൽ മതവിദ്വേഷം ആളിക്കത്തിക്കുന്ന രീതിയിൽ സമൂഹത്തിൽ കലാപമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇട്ടിട്ടുള്ള കൃത്യമായ ക്രിമിനൽ കേസുകളാണ് അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റങ്ങളാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ്. കേവലം സർവീസ് ചട്ട ലംഘനം മാത്രമല്ല, ഇനിയും ഈ ഭരണാനുകൂല രാഷ്ട്രീയത്തെ അനുകൂലിക്കുന്നതിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ ഇങ്ങനെ കയറൂരി വിടണമോ എന്ന് ആഭ്യന്തര വകുപ്പിലെ അധികൃതർ ശ്രദ്ധിക്കട്ടെ. എന്തായാലും ഈ പോലീസിലെ പച്ച വെളിച്ചം സംബന്ധിച്ച ധാരാളം റിപ്പോർട്ടുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അത്തരം ആ റിപ്പോർട്ടുകളിലൊക്കെ പറയുന്ന പച്ച വെളിച്ചം യഥാർത്ഥത്തിൽ ഇതാണോ എന്നൊരു സംശയം കൂടി കേരളത്തിന് ഇപ്പോൾ ഇല്ലാതില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.